ഫ്രണ്ട്സ്, നമുക്ക് ഏവർക്കും അറിയുന്നതാണ് ഈ അടുത്ത കാലത്ത് നടന്ന ദുരന്തം എന്താണെന്നും. തമിഴ്നാട്ടില് കരൂരില് വിജയുടെ ടി.വി.കെ പരിപാടിയുടെ ഭാഗമായിട്ട് 41ഓളം ആൾക്കാരാണ് സ്റ്റാമ്പീഡിലും ചികിത്സയിലായിരിക്കുമ്പോഴും എല്ലാം മരണപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ആരാണ് ഉത്തരവാദി? ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഹായ് ഡി എസ് കെ പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ നമ്മുടെ എസ് കെ പ്ലാറ്റൂൺ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടി എത്തുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ചും ടി.വി.കെ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെക്കുറിച്ചോ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു കോമൺ മാൻ എന്ന നിലയ്ക്ക്. നമുക്കറിയാം, നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വോട്ട് ചെയ്യണം. കാരണം നമ്മളെല്ലാവരും പൗരന്മാരായിട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ്. നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും ഇന്ത്യൻ നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എനിക്കറിയുന്ന ചില ബേസിക് നോളജുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക, കാര്യങ്ങൾ ചെയ്യുക. നമുക്കറിയുന്നതാണ്, കരൂരിൽ ഈ സ്റ്റാമ്പീഡിൽ മാത്രം 41ഓളം ആൾക്കാരാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ കൂടാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും തമിഴ്നാട്ടിൽ. അപ്പോൾ ഇത്തരം പബ്ലിക് മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് പൊതുവെ അതിന് രാഷ്ട്രീയ പാർട്ടികളാവാം, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഉത്സവങ്ങളാവാം. ഇപ്പോൾ നമുക്കറിയാം കുംഭമേള, ആ സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഈ മറ്റ് ക്ഷേത്രങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ പല അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ അറിയണം? ഓർഗനൈസേഴ്സ് അവരെങ്ങനെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യണം? അതിന് അനുവാദം കൊടുക്കുന്ന പോലീസ് സംവിധാനങ്ങളും സർക്കാരും അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഈ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, അത് IPC പ്രകാരം സെക്ഷൻ 304A അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അതായത് ഇത്തരം പരിപാടികൾ നടത്തുന്ന ഓർഗനൈസേഴ്സ് അവർക്കറിയാം നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് അവർ ഇത്തരം പരിപാടികൾ നടത്തി എന്തെങ്കിലും ആർക്കെങ്കിലും ജീവഹാനിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഓർഗനൈസേഴ്സ്ക്കെതിരെയോ അല്ലെങ്കിൽ അങ്ങനെ ആരാണോ കോസിന് കാരണമാകുന്നത് അവർക്കെതിരെ ചുമത്തുന്ന ഒരു വകുപ്പാണിത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ IPC സെക്ഷൻ 336, 337, 338 അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് എൻഡേഞ്ചറിങ് ഹ്യൂമൻ ലൈഫ്. അതായത് ഇത്തരം പൊതു പരിപാടികളിൽ ആരെങ്കിലും ആർക്കെങ്കിലും ജീവന് ഭീഷണി വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മരണം സംഭവിക്കാം, ഇല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്കെതിരെ ചുമത്തുന്ന ഒരു വകുപ്പാണിത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് എന്നാണ് പറയുന്നത്. അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റൂൾസാണ്. അതിൽ പ്രത്യേകിച്ചും ഈ ഇത്തരം വലിയ പരിപാടികളൊക്കെ നടത്തുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചും പോലീസിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. അതായത് ഓർഗനൈസേഴ്സ് ആവശ്യപ്പെടുന്ന സ്ഥലം പോലീസ് പോയി പരിശോധിക്കുകയും, പ്രത്യേകിച്ചും അവിടെ ക്രൗഡ് കൺട്രോൾ, മെഡിക്കൽ എയ്ഡ്, എക്സിറ്റ് എൻട്രൻസ്, ഇത്തരം മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഉറപ്പാക്കിക്കൊണ്ടാണ് പോലീസ് അതിന് അനുമതി നൽകുക, അല്ലെങ്കിൽ മറ്റ് അധികാര കേന്ദ്രങ്ങൾ അപ്പോൾ അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് നിയമ നടപടികൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആംഗിളിൽ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് എന്നാണ്. അതായത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നമുക്ക് എവിടെയും സുരക്ഷിതമായിട്ട് ജീവിക്കാം എന്ന് ഭരണഘടന ഉറപ്പ് നൽകുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ എല്ലാ ഉറപ്പും നൽകേണ്ടതാണ്. പിന്നെ അതിൽ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19(1)B പറയുന്നത് റൈറ്റ് ടു അസംബിൾ എന്നാണ്. അതായത് ആളുകൾക്ക്
പൗരന്മാർക്ക് എവിടെ വേണമെങ്കിലും ഒരുമിച്ച് കൂടാം, സമ്മേളിക്കാം. ബട്ട് പൊതു സുരക്ഷയ്ക്ക് ഭീഷണി വരുത്തരുത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇത് പറയുന്നത്. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ കോടതികളുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും സുപ്രീം കോടതി, ഹൈക്കോടതി, ആ കോടതികളുടെ എല്ലാം ജഡ്ജ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല എന്നാണ് പറയുന്നത്. അത് ഒരു പ്രിവെന്റബിൾ ട്രാജഡി ആണെന്നാണ്. സോ ഓർഗനൈസേഴ്സ് അതുപോലെ തന്നെ അതോറിറ്റീസ് രണ്ടു പേർക്കും നിയമപരമായിട്ട് ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ഇത്തരം വലിയ വലിയ പരിപാടികളിൽ പോകുമ്പോൾ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തതാണ് ക്രൗഡ് സേഫ്റ്റി അവയർനെസ്. ഈ ക്രൗഡ് സേഫ്റ്റി അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3 പോയിന്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വലിയ വലിയ പരിപാടികളൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും എക്സിറ്റും എൻട്രൻസും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ അല്ല എങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഉന്തും തള്ളുമൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ ജീവനത്തിന്റെ ഭീഷണി വരാം. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പുഷും റഷും റണ്ണിങ്ങും ഒക്കെ ഒഴിവാക്കുക. അതായത് ഉന്തും തള്ളും ഓടുകയൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കണം. നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഒരു സെക്കൻഡ് കുറച്ച് കാമായിട്ട് തന്നെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ സ്റ്റാമ്പീഡ് ഭീഷണി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 മിനിറ്റ് അവിടെ കാമായിട്ട് സ്റ്റേ ചെയ്യുക. കാരണം എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം മൂവ് ചെയ്യാൻ. പെട്ടെന്ന് നമ്മൾ കേട്ട ഉടനെ ഓടുകയോ ചാടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ സൈഡ് എഡ്ജായിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ബലം മറ്റുള്ള ആൾക്കാരുടെ മേലെ ഏൽപ്പിക്കുമ്പോൾ അത് ഓടുമ്പോൾ അത് കൂടുതൽ എന്താ പറയുക പുഷാവും. അപ്പം അങ്ങനെയാണ് പലപ്പോഴും ആൾക്കാർ വീഴുകയും അതിൻ്റെ മേലെ കയറി പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും അപകടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റൈറ്റ്സ് ആണ്. നമുക്ക് നിയമപരമായിട്ട് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതൊരു 3 പോയിന്റ് ഉണ്ട്, അതും കൂടി പറയാം. ഇതിൽ ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ആണ്, ആർട്ടിക്കിൾ 21. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ, അത് ഏത് പ്രോഗ്രാമോ രാഷ്ട്രീയ പരിപാടികളാവും, അല്ലെങ്കിൽ മറ്റ് സംഘടനാ പ്രോഗ്രാംസുകളോ അമ്പല പരിപാടികളോ എന്ത് തന്നെ പ്രോഗ്രാംസ് ആയാൽ പോലും അവിടെ സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലേസ്, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് സംഘാടകരും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും കടമയാണ്. അത് ഉറപ്പാക്കേണ്ടത് ഉറപ്പ് വരുത്തേണ്ടത് വന്നിട്ട് സിറ്റിസന്റെ റൈറ്റ് ആണ് കേട്ടോ. അത് ഉറപ്പാക്കിയിട്ട് വേണം ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് അതിൽ പറയുന്നത് ഇവന്റ് സേഫ്റ്റി മെഷേഴ്സ് അതുപോലെ തന്നെ പോലീസ് പെർമിഷൻ എന്നിവ ചോദിക്കുന്നതിന് നമുക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഇതിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ റൈറ്റ് ടു കോമ്പൻസേഷൻ, അതായത് ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന ആൾക്കാർക്കും സർക്കാരിൽ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലീഫ് ഫണ്ട് മുഖേന നഷ്ടപരിഹാരം നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പം അങ്ങനെയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതിലൊരു 3 പോയിന്റ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ സ്റ്റാമ്പീഡ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും പോലീസാണ് ചെയ്യുന്നത്. FIR ലോഞ്ച് ചെയ്യും. അപ്പം അത് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് IPC 304A 336 മുതൽ 338 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഓർഗനൈസേഴ്സ്, അത് മൂന്നാമത്തെ പോയിന്റാണ്.
പ്ലസ് അതോറിറ്റീസ് തമ്മിൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ ഇരുവരെയും ഉത്തരവാദികളാക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഇതുപോലെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവർക്കെല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട 4ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിക് റെസ്പോൺസിബിലിറ്റി ആണ്. അത് പൗര ഉത്തരവാദിത്വം. അതിൽ 1ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ അവിടെ വോളണ്ടിയേഴ്സും പോലീസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവര് എന്താണ് പറയുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് ഒന്ന്. പിന്നെ 2ാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റൂമേഴ്സ്, അതുപോലെ തന്നെ ഫാൾസ് അലാം, പുഷിങ്, റഷിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ 3ാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഫസ്റ്റ് എയ്ഡ് ഹെൽപ്പ് ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എമർജൻസി സർവീസ് കോളൊക്കെ അറിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം 108. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരം സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവനെ രക്ഷിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട 5ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം സിറ്റിസൺ റോളാണ്. അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി നമുക്ക് സേഫ്റ്റി ഗൈഡ് ലൈൻസ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു പൗരന് ചെയ്യാവുന്നതാണ്, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ 2ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീഡിയ, സോഷ്യൽ മീഡിയ അതൊക്കെ നമുക്കറിയാം ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് അവയർനെസ്സും കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ അതും മനസ്സിലാക്കുക. ഇപ്പോൾ പൗരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ TVK പൊളിറ്റിക്കൽ പാർട്ടിയുടെ സമ്മേളനത്തിൽ നടന്ന സ്റ്റാമ്പീഡ് ആയാലും, കുംഭമേളയിൽ നടന്ന സ്റ്റാമ്പീഡ് ആയാലും, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അമ്പലങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള സമ്മേളനങ്ങൾ, കൂട്ടം ചേരലിൽ, അതായത് പൊതു ഇടങ്ങളിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു അപകടം മാത്രമല്ല, മറിച്ച് അതൊരു നിയമലംഘനം കൂടിയാണ്. കാരണം സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംഘാടകരുടെയും അധികാരികളുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. മാത്രമല്ല ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും, നമുക്ക് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഫോളോ ചെയ്യുന്നതിനും ഓരോ പൗരനും ഉത്തരവാദിത്വവും കടമയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു നിമിഷം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെയും കൂടി അവെയർ ആക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു.